കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിലെ ഡെപ്യൂട്ടേഷൻ കരാർ നിയമനങ്ങൾ അവസാനിപ്പിച്ച് സ്ഥിരം നിയമനത്തിനായി നടപടി തുടങ്ങി. എല്ലാ പോസ്റ്റുകളിലും സ്ഥിരം ജീവനക്കാരെ നിയമിച്ച് കോർപ്പറേഷനെ കാര്യക്ഷമമാക്കുമെന്ന് ആരോഗ്യമന്ത്രി VS ശിവകുമാർ പറഞ്ഞു. MD ഒഴികെ മുഴുവൻ ജീവനക്കാരും കരാറുകാരായതുമൂലം കോർപ്പറേഷന്റെ പ്രവർത്തനം തകരാറിലാകുന്നുവെന്ന റിപ്പോർട്ടർ വാർത്തയെ തുടർന്നാണ് നടപടി. കാലങ്ങളായുള്ള ഒരു പ്രശ്നത്തിന് പരിഹാരമാകുന്നു. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിൽ സ്ഥിരം ജീവനക്കാരെ നിയമിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. ഡെപ്യൂട്ടേഷൻ അവസാനിപ്പിക്കുമെന്ന് ആരോഗ്യമന്ത്രി VS ശിവകുമാർ പറഞ്ഞു. യോഗ്യരായവരെ ഓരോ തസ്തികയിലേക്കും സ്ഥിരമായി നിയമിക്കും. ഡെപ്യൂട്ടേഷൻ എല്ലാം അവസാനിപ്പിച്ചിട്ട് അവിടെ ഓരോ പോസ്റ്റുകളിലും ആവശ്യമുള്ള അർഹരായിട്ടുള്ള ആളുകളെ നിയമിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. അത്തരത്തിലുള്ള നിയമനം നടത്തി ഇതിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചു വരികയാണ്. MD ഒഴികെ എല്ലാവരും കരാർ ജീവനക്കാരാണെന്നത് KMSCLന്റെ തകർച്ചയ്ക്ക് പ്രധാന കാരണമായിരുന്നു. മരുന്ന് വാങ്ങുന്ന ജനറൽ മാനേജർ തസ്തികയിലടക്കം മരുന്നുമായി ഒരു ബന്ധവുമില്ലാത്ത KSCB റിട്ടയർഡ് ജീവനക്കാരിയായിരുന്നു ഇതുവരെ. പലതവണ റിപ്പോർട്ടർ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുകയും നിയമസഭയിലടക്കം ചർച്ചയാകുകയും ചെയ്തു. മരുന്ന് വാങ്ങിയതിന്റെ നഷ്ടമായ 5 കോടിയോളം രൂപ പ്രധാന തസ്തികയിലുള്ളവരിൽ നിന്നും ഈടാക്കണമെന്ന് ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിലും സ്ഥിരം ജീവനക്കാരല്ലാത്തതുമൂലം ഇതും നടന്നില്ല. ഏതായാലും സ്ഥിരം ജീവനക്കാരെത്തുന്നതോടെ പ്രശ്നങ്ങൾക്ക് താൽക്കാലിക പരിഹാരമാകുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത്. നിയമനത്തിൽ കാലതാമസം ഉണ്ടാകുമോ എന്നും കാത്തിരുന്നു കാണണം. G. ശ്രീജിത്ത്, റിപ്പോർട്ടർ, തിരുവനന്തപുരം.